ബാക്കി കാര്യം ശ്രദ്ധിക്കാം നമുക്ക്. ബീച്ച് ബീച്ചിനെ ഗാഡിവാല ബുദ്ധ ദേ ജാത്ത. അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മുടെ ഗാഡിവാല, ആ വണ്ടിക്കാരൻ ഇവനെ എന്ത് ചെയ്യുന്നു? ബുദ്ധാദേന. ബുദ്ധാദേന എന്നാൽ എന്താണ്? കബളിപ്പിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുന്നില്ല, ആ വണ്ടിക്കാരൻ തിരിച്ച് വന്നില്ല. അതായത് ആ ചാക്കുകളുമായി ചെതല് വെക്കുന്ന ആ വണ്ടിക്കാരനെ ഒരു ദിവസം കാണാണ്ടായി. ശ്രദ്ധിക്കാം. അപ്പോൾ ഒരിക്കൽ പോലും ഈ പക്ഷിയുടെ നസറില്, നസർ എന്നാൽ ദൃഷ്ടി അല്ലെങ്കിൽ നോട്ടത്തില് ആര് വന്നില്ല? ആ വണ്ടിക്കാരൻ വന്നില്ല, എവിടെയോ പോയി മറഞ്ഞു. ശ്രദ്ധിക്കാം. പക്ഷി ഉസ്കെ ഇന്തസാർ മേം ഖുൽതാ രഹാ. അപ്പോൾ ആ പക്ഷി ഇയാളെയും കാത്ത് ഇരിക്കുവാൻ തുടങ്ങി. ആരെയും? ഈ വണ്ടിക്കാരനെയും കാത്ത്. അതായത് ചെതൽ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഈ വണ്ടിക്കാരനെയും കാത്ത് ഇരിക്കുകയാണ് നമ്മുടെ പക്ഷി. ഓക്കെ, ലാസ്റ്റ് ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ലേക്കിൻ ദീപകും കാ ശൗക്ക് ജോ ഉസേ താ. എന്നിരുന്നാൽ പോലും ഈ ചെതലിനെ കഴിക്കണം എന്നുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു നോക്കാം. ഉസ്നെ സോച്ച മേം ഖുദ് ദീമകേം ഢൂംഢൂംഗ. ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സ്വയമായിട്ട്, ഖുദ് എന്ന് വെച്ചാൽ എന്താണ്? സ്വയമായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ആ ചെതലുകളെ അന്വേഷിച്ച് ഇറങ്ങുവാൻ പോവുകയാണ്. ഇസ്ലിയെ വഹ് പേട് പർ സേ ഉതർ കർ ജമീൻ പർ ആ ഗയാ. ആ ഒരു ലക്ഷ്യവുമായിട്ട് ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഇവൻ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ശ്രദ്ധിക്കുക. അവർ ഖാസ് കെ ഏക്ക് ലഹരാത്തെ ഗുച്ചേ മേം സിമട്ട് കർ ബൈറ്റ് ഗയാ. അപ്പോൾ അവിടെ ഒരു പുല്ലിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. ആ പുല്ലിൻ കൂട്ടത്തിന്റെ ഇടയിലേക്ക് ആര് ചുരുങ്ങിയിരിക്കുകയാണ്? ഈ പക്ഷി ഇപ്പോൾ ചുരുങ്ങിയിരിക്കുകയാണ്, അവിടെ ഇരിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഫിർ ഏക് ദിൻ ഉസ് പക്ഷി കെ ജി മേം ന മാലൂം ക്യാ ആയ. അപ്പോഴാണ് നമ്മുടെ പക്ഷിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഒരിക്കൽ ഒരു കാര്യം മനസ്സിലായി. എന്താണത്? ഖൂബ് മെഹനത് സേ ജമീൻ മേം സേ ദീമകേം ചുൻ ചുൻകർ ഖാനെ കി ബജായി ഉനേം ഇക്കട്ടാ കർനെ ലഗ. അപ്പോൾ ഈ ചെതൽ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ കാര്യമാണ്. ഭൂമിയിൽ എല്ലായിടത്തും കിട്ടുന്ന വളരെ സിമ്പിളായ ഒരു കാര്യമാണെന്ന് ആർക്ക് മനസ്സിലായി? ഈ പക്ഷിക്ക് മനസ്സിലാവുകയും ഖൂബ് മെഹനത് സേ, ഒട്ടനവധി പരിശ്രമത്തിലൂടെ, അതായത് വളരെ കഠിനാധ്വാനം ചെയ്ത് ജമീൻ മേംസെ ദീമകേം ചുൻ ചുൻകർ, അപ്പോൾ തറയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഈ ചെതലുകളെ ഓരോന്നായിട്ട് കൊത്തിപ്പിറക്കി എന്ത് ചെയ്തു? ഖാനയ്ക്ക് ബജായി, കഴിച്ചോ? ഇല്ല. കെ ബജായി എന്ന് വെച്ചാൽ പകരം. അപ്പോൾ കഴിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? ഉനേം ഇക്കട്ടാ കർണയിലക, എന്ത് ചെയ്തു വെച്ചു? കൂട്ടി വെച്ചു. എന്താ സംഭവിച്ചേ? ഇവൻ ഭൂമിയിലേക്ക് ഇറങ്ങി. ഇവന് മനസ്സിലായി ഈ ചിതലുകളെന്ന് പറയുന്നത് വളരെ സിമ്പിളായ കാര്യമാണ്, ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇവരെന്ത് ചെയ്യുന്നു? ഓരോന്നിനായിട്ട് എന്ത് ചെയ്തു? പറക്കി എന്ത് ചെയ്തു? കഴിക്കാതെ കൂട്ടി വച്ചു. ബാക്കി നോക്കാം. അബ് ഉസ്കെ പാസ് ദീമകും കെ ഢേർ ഹോ ഗയാ ഹൈ. അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ അവൻ്റെ കയ്യിൽ ആ ദീമക്കുകളുടെ ഒരു ഢേർ തന്നെയുണ്ട്. അതായത് ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെ അവൻ്റെ കൈവശം. അവൻ്റെ ലക്ഷ്യം എന്താണ് നമുക്ക് വരുന്ന രീതിയിൽ നോക്കാം. നമുക്ക് ബാക്കി നോക്കാം. ഫിർ ഏക് ദിൻ ഏകായേക്ക് വഹ് ഗാഡിവാല ദിഖായി ദിയ. അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായി അവൻ ആ വണ്ടിക്കാരനെ കാണുകയാണ്. ആ ചിതല് കൊടുക്കുന്ന വണ്ടിക്കാരനെ കാണുന്നു. പക്ഷിക്കോ ബഡി ഖുശി ഹുയി. അയാളെ കണ്ടതും ഈ പക്ഷിക്ക് വളരെയധികം സന്തോഷമായി. കാര്യം എന്താണെന്ന് നോക്കാം. ഉസ്നെ പുക്കാർ കർ കഹാ ഗാഡിവാല ഓ ഗാഡിവാലോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവൻ വിളിക്കുകയാണ്, ആ വണ്ടിക്കാരനെ വിളിക്കുകയാണ്. അല്ലയോ വണ്ടിക്കാരാ ഒന്ന് നിൽക്കുക. മേ കബ് സേ തുമാര ഇന്തസാർ കർ രഹാ താ. ഞാൻ എത്ര നാളായി നിങ്ങളെയും കാത്തിരിക്കുകയാണ്. എന്തിനായിരിക്കും? ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെയാണ്. ശ്രദ്ധിക്കുക. പെഹ്ചാനി ആവാസ് സുൻകർ ഗാഡിവാല രുക്കയ. എവിടെയോ കേട്ട പരിചയമുള്ള ശബ്ദം. ആ ശബ്ദം കേട്ട് നമ്മുടെ ഗാഡിവാല വണ്ടിക്കാരൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് രുക്കയാ നിന്നു. തബ് പക്ഷിനെ കഹാ ദേഖോ मैंने कितनी सारी ദീമകെ ജമാ കർ ലി ഹെ. നോക്കൂ, ഞാൻ ഒരുപാട്, അതായത് ഞാൻ എത്രയോ ചിതലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കൂട്ടി വെച്ചിട്ടുണ്ട്, ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആ ഒരു കളക്ഷൻ നിങ്ങൾ ഒന്ന് കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വണ്ടിക്കാരന് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ശ്രദ്ധിക്കുക. ഗാഡിവാലയ്ക്കോ പക്ഷിക്ക് ബാത്ത് സമച്ചമേണ്ടിയായി. ആ വണ്ടിക്കാരൻ ഈ പക്ഷി പറയുന്ന കാര്യം എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാക്കുന്നില്ല. ഒരു പക്ഷി എന്ത് ചെയ്യുന്നു? കുറേ ചെതലുകളെയും കളക്ട് ചെയ്തിട്ട് ഈ ഇദ്ദേഹത്തോട് പറയുന്നു. എന്തിനു വേണ്ടിയാ? നോക്കാം നമുക്ക്. ഉസ്നെ സിർഫ് ഇതന കഹാ തോ मैं क्या करूं. അദ്ദേഹം അല്ലെങ്കിൽ അയാൾ ഇത്രേ പറഞ്ഞോളൂ. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ചിതല ഉണ്ടെങ്കിൽ നീന്തി ചെയ്യുക, കൊണ്ടുപോയി കഴിക്കുക. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ബാക്കി നോക്കാം.
ഏ മേരി ദീമക്കും ലേ ലോ और मेरे പങ്ക് മുझे वापस कर दो. അപ്പോൾ ഇവിടെയാണ് ആ പക്ഷിയുടെ ആഗ്രഹം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏ മേരി ദീമക്കും ലേ ലോ, ഇതാ ഞാൻ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഈ ചിതലുകളെ നിങ്ങൾ എടുത്തുകൊണ്ട് അവർ മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ, എൻ്റെ ചിറക് എനിക്ക് എന്ത് ചെയ്യണം, തിരികെ തരണം, ഞാൻ തന്ന തൂവലുകൾ എനിക്ക് തിരികെ തരണം. ഇപ്പോൾ പക്ഷിക്ക് മനസ്സിലായി എന്താണ്, താൻ അപകടത്തിലാണ്, അതുകൊണ്ട് തൻ്റെ ചിറകുകൾ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ എന്ന് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ വണ്ടിക്കാരന് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ചിതലുകൾ തിരികെ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, തൻ്റെ ചിറക് തിരികെ വാങ്ങാൻ പോവുകയാണ്. പക്ഷീനെ ജവാബ് ദിയ, പക്ഷി ഉത്തരം കൊടുത്തു. ലാസ്റ്റ് പറയാൻ ശ്രദ്ധിക്കാം, ഗാഡിവാല ഠട്ടാക്കർ ഹസ്പട. ഈ ഒരു കാര്യം കേട്ട് ഗാഡിവാല, ആ വണ്ടിക്കാരൻ എന്ത് ചെയ്തു, പൊട്ടി പൊട്ടി ചിരിച്ചു. കാര്യം എന്താണ്, ഉസ്നെ കഹാ ബേവകൂഫ് मैं दीमक के बदले पंख लेता हूँ, पंख के बदले दीमक नहीं. വളരെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എന്താ, അല്ലയോ വിഡ്ഢിയായ പക്ഷി, അപ്പോൾ ഞാൻ വിൽക്കുന്നത് ചിതലുകളാണ്, അല്ലാതെ തൂവലുകളല്ല എന്ന് ഈ വണ്ടിക്കാരൻ ആ പക്ഷിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഗാഡിവാലനെ പങ്ക് ശബ്ദ പർ ബഹുത്ത് സോർ ദിയ. അപ്പോൾ ആ ചിറക് എന്ന് പറഞ്ഞ ആ ഒരു വാക്യം കുറച്ച് കടുപ്പത്തിൽ, അതായത് ചെറിയൊരു ദേഷ്യഭാവത്തിലാണ് ആ പക്ഷിയോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പക്ഷിക്ക് കാര്യം മനസ്സിലായി, ഇനി തൻ്റെ ചിറകുകൾ ഒരിക്കലും എന്തില്ല, തിരികെ ലഭിക്കില്ല. ഗാഡിവാല ചൽഗയ, ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വണ്ടിക്കാരൻ എന്ത് ചെയ്യുന്നു, പോകുന്നു. പക്ഷി ചട്പടാക്കർ രഹുകയ. ഇത് കേട്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആ പക്ഷി വളരെയധികം വ്യാകുലപ്പെട്ടു, സങ്കടപ്പെട്ടു, വിഷമിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, एक दिन एक काली बिल्ली आई और अपने मुंह से उसे दबाकर चली गई. അങ്ങനെ ഈ പക്ഷിയുടെ അവസാനവും സംഭവിക്കുകയാണ്. ഒരു ദിവസം എവിടെ നിന്നോ ഒരു കറുത്ത പൂച്ച വന്ന് ഈ പക്ഷിയെയും ആ വായ്കളിലാക്കി എന്ത് ചെയ്യുന്നു, കടന്നു പോവുകയാണ്. तब उस पक्षी का खून टपक टपक कर जमीन पर बूंदों की लकीर बना रहा था. അപ്പോൾ എന്ത് ചെയ്തു, ഈ പക്ഷിയുടെ ഖൂൺ എന്ന് വെച്ചാൽ രക്തം എന്ത് ചെയ്തു, ടപ്പക്ക് ടപ്പക്ക് കർ, തുള്ളി തുള്ളിയായിട്ട് ആ ഒരു വര എന്നുള്ള രക്തം അവിടെ കിടക്കുന്ന ആ ഒരു സീനോട് കൂടിയാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, അത്യാഗ്രഹം വളരെയധികം ആപത്താണ്. അപ്പോൾ ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്, അത്യാഗ്രഹം കാരണം അല്ലെങ്കിൽ എടുത്തുചാട്ടം കാരണം അപകടങ്ങളിലേക്ക് എത്തിച്ചിരുന്ന ഒരു യുവതലമുറയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്, ഈ ഒരു പക്ഷിയിലൂടെ നമ്മൾ കണ്ടത്. അതായത് മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും എന്ത് ചെയ്യുന്നില്ല, കേൾക്കാത്ത ഒരവസ്ഥ. പക്ഷേ ആ ഒരു രീതി മാറണം എന്നാണ് ഈ പക്ഷിയുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു, പക്ഷിയവ ദീമക്, പക്ഷിയും ചെതലും. ഇത് എഴുതിയത് മുക്തിബോധാണ്. ഇതൊരു കഹാനിയാണ്. അപ്പോൾ ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത് അത്യാഗ്രഹം, ആപത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വർക്ക് ഞാൻ ചുവടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏവർക്കും നമസ്കാരം.